നമുക്കിന്ന് കണക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ബെന്നി ഒരു തുക കൂട്ടുപലിശയായി ബാങ്കിൽ നിക്ഷേപിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 2500 രൂപയായി. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 3500 രൂപയായി. എങ്കിൽ 6 വർഷം കഴിയുമ്പോൾ അത് എത്ര രൂപയാകും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ആദ്യം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 2500 രൂപയായി. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 3500 രൂപയായി. 6 കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം നമ്മൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു എമൗണ്ട് തന്നു. അത് എത്രയാണ്? 2500 അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള തുക തന്നിട്ടുണ്ട്. അത് 3500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6 വർഷം കഴിയുമ്പോഴുള്ള തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട്ടുപലിശയുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യം തരുന്നതെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ഉണ്ടല്ലോ, 2, 4, 6 ഒരു പ്രത്യേക ഇൻ്റർവെല്ലാണ് ഇയർ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് തരുന്നതെങ്കിൽ ഈ 6 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് കാണാനായിട്ട് വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഇയറായ 3500-നെ ആദ്യത്തെ തുകയായ 2500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടും. 35-നെ 25 പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ 5ൻ്റെ ടേബിളിൽ നമുക്ക് ചെറുതാക്കാം. 5ൻ്റെ ടേബിളിൽ ഇത് 7 പ്രാവശ്യം 25, 5, 5, 25. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7/5. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? നമുക്ക് കാണേണ്ടത് 2, 4, 6ാമത്തെ വർഷം ഈ തുക എത്ര ഇരട്ടിയാകുമെന്നുള്ളതാണ്, അല്ല എത്രയാകുമെന്നുള്ളതാണ്. എത്ര രൂപയായി മാറും 6 വർഷം കഴിയുമ്പോൾ? ഇത് കാണുവാനായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷൻ കണ്ടോ, അത് എത്രയാണ്? 7/5. അതിനെ ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ എമൗണ്ട് കണ്ടോ, ആ 3500 കൊണ്ട് ഗുണിച്ചാൽ മതി, നമുക്ക് ആൻസറായി. ഇതിനെങ്ങനെ ഗുണിക്കും? ഇത് ഈ 35-നെയും 5-നെയും കൂടെ ഗുണിക്കാമല്ലോ. 5-ൽ 5 ഒരു പ്രാവശ്യം, 35-ൽ 5 7 പ്രാവശ്യം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 7 ഇവിടെയുണ്ട്, ഇവിടെ നമുക്കൊരു 7ഉം 2 പൂജ്യം 700 ഉണ്ട് അല്ലേ. 7 × 700 എന്ന് പറയുന്നത് എത്രയാണ്? 7 7 49 4900 രൂപ. അതായത് 6 വർഷം കഴിയുമ്പോൾ ആകുന്ന തുക എന്ന് പറയുന്നത് 4900 രൂപയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? 9, 12, 11, 14, 13 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കുക, 9, 12, 11, 14, 13 15. ഈ ഓർഡർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? 1ടെ വിട്ടുള്ള നമ്പറുകൾ നോക്കേണ്ടത്. 9 2 കൂടി 11ആയി, 2 കൂടി 13ആയി, 2 കൂടി 15, 2 കൂടിയാണ് പോകുന്നത്. ഇനി 12 നോക്കിയാലോ, 12 2 കൂടി 14ആയി. അപ്പോൾ വീണ്ടും 2 ആയിരിക്കും കൂടുക. എത്രയായിരിക്കും ആൻസർ? 14-ന് 2 കൂടുമ്പോൾ 16 നമ്മുടെ ആൻസർ. അടുത്ത എന്താണ്? 83% തുല്യമായ ഭിന്നസംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം. ഈ 83 അല്ല, 8/1/3 അല്ലേ. 8/1/3 നമുക്ക് നോക്കാം. 8/1/3 ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷനിലോട്ട് മാറ്റിയാലോ. 8, 3 24 അല്ലേ. ഇതിൻ്റെ ഫ്രാക്ഷനിലോട്ട് മാറ്റാനായിട്ട് 8 3 ഗുണിക്കുക, 24 1 കൂട്ടുക, 25. 25/3 എന്ന് കിട്ടി. അതായത് 8/1/3 എന്ന് പറയുന്നത് 25/3. ഓക്കെ ആണ്. 25/3 എഴുതാം. അതായത് 8/1/3 വരെ 25/3 എഴുതാം. ഇനി ശതമാനം എന്ന് പറയുന്നത് എന്താണ്? 1/100. ക്ലിയർ അല്ലേ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 100-നെയും 25-നെയും വെട്ടാലോ. 25-ൽ 25 ഒരു പ്രാവശ്യം, 100-ൽ 25 4 പ്രാവശ്യം. ഇപ്പോൾ ന്യൂമറേറ്ററിൽ 1 × 1 അത് നമുക്ക് 1 ആണെന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 3 × 4 അത് 12 ആണ്. 1/12 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിൽ 1/12 ഉണ്ട്. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. A/B എന്ന് പറയുന്നത് 2:3 ആണ്. B/C എന്ന് പറയുന്നത് 4:5 ആണ്. C/D എന്ന് പറയുന്നത് 6:7 ആണ്. എങ്കിൽ A/D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ABCD എന്ന് ആദ്യം എഴുതാം. A B C
സി ഡി. ഓക്കെ ആണല്ലോ. ഇനി A/B 2:3. അപ്പോൾ എയുടെ താഴെ 2 എഴുതാം, ബിയുടെ താഴെ 3 എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ B/C 4:5. ബി 4ഉം സി 5ഉം. ബിയുടെ താഴെ നമുക്ക് 4 എഴുതാം, ബിയുടെ താഴെ 4 എഴുതാം, സിയുടെ താഴെ 5 എഴുതാം. അടുത്തത് പിന്നെ C/D എന്ന് പറയുന്നത് 6:7 ആണ്. അപ്പോൾ സിയുടെ താഴെ നമുക്ക് 6 എഴുതാം, ഡിയുടെ താഴെ നമുക്ക് 7 എഴുതാം. തന്നിരിക്കുന്ന എല്ലാവരും നമ്മൾ എഴുതി 2:3, 4:5, 6:7 ഇത്രയും നമ്മൾ എഴുതി. ഇനി ഇവിടെ ഒന്നും നമ്പറില്ല, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ നമ്പർ കണ്ടോ, ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അടുത്തുള്ള നമ്പർ നമുക്ക് കൊടുക്കാം. ഇവിടെ നോക്കുക, ഇവിടെ നമ്പറില്ല, അപ്പോൾ ഈ 5 തന്നെ ഇവിടെ കൊടുക്കാം. ഇവിടെ നമ്പറില്ല, അപ്പോൾ ഈ 4 നമുക്ക് കൊടുക്കാം. അടുത്തുള്ള നമ്പർ കൊടുത്താൽ മതി. ഇവിടെ നമ്പറില്ല, അപ്പോൾ ഈ 6 നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ നമ്പറില്ല, ഇവിടെയും നമുക്ക് 6 കൊടുക്കാം. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8, 8 × 6 48 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇവയെ തമ്മിൽ ഗുണിക്കുക. 3 4 12 ക്ലിയർ അല്ലേ. 12 6 72 അല്ലേ. 3 4 12, 12 6 72. അടുത്തത് 3 × 5 × 6. നിങ്ങൾ നോക്കണ്ടേ, 5 × 6 എന്ന് പറയുന്നത് 30, 30 × 3 എന്ന് പറയുന്നത് 90. അടുത്തത് 5 × 7 എന്ന് പറയുന്നത് 35, 35 × 3 എന്ന് പറയുന്നത് 105. അതിവിടെ നമ്മൾ ഈ 3 നമ്പറുകളെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കാം, ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് ഡി എന്ന് പറയുന്നത്. നമുക്ക് A/D ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. A/D. അപ്പോൾ നമുക്ക് എഴുതാം A/D ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 48, ഡി എന്ന് പറയുന്നത് 105. അപ്പോൾ 48:105 എന്നെഴുതാം. ഇങ്ങനെ ചെറുതാക്കാൻ പറ്റുമോ? 3ൻ്റെ ടേബിളിലാണെങ്കിൽ 48 എത്ര പ്രാവശ്യമുണ്ട്? 10, 30, 16 പ്രാവശ്യമുണ്ട്. 16, 3, 48. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35 എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 കിട്ടും. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 35. ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് 16:35 A/D എന്ന് പറയുന്നത് ഓപ്ഷനിലുണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകാം. 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി കാണുന്നുണ്ടോ? 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 10 സെക്കൻഡിനുള്ളിൽ ഒരു പോസ്റ്റിനെ മറികടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗം കണ്ടുപിടിക്കണം. അപ്പോൾ പോസ്റ്റിനെയാണ് മറികടക്കുന്നത്. അപ്പോൾ പോസ്റ്റിൻ്റെ നീളം അത് നമുക്ക് എടുക്കണ്ട. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ നീളം എടുത്താൽ മതി, അത് 120 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 120 എടുക്കാം അല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ടൈം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സ്പീഡ് കാണാനായിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. 120നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 12 എന്ന് കിട്ടും. ഈ 12 എന്ന് പറയുന്നത് എന്താണ്? മീറ്ററിലും സെക്കൻഡിലും അല്ലേ തന്നിരിക്കുന്നത്. ഈ 12 എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷേ നിങ്ങൾ ആൻസർ നോക്കിയാൽ അത് മീറ്റർ പെർ സെക്കൻഡ് എങ്ങും ഇല്ല അല്ലേ. എല്ലാം കിലോമീറ്റർ പെർ അവറാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന 12 മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലോട്ട് ചേഞ്ച് ചെയ്യണം. അത് ചെയ്യുവാനായിട്ട് ഈ ഒരു ഫ്രാക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. കിലോമീറ്റർ പെർ അവറിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12നെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് 12നെ 18 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം. ഇവിടെ നോക്കാം. 12 × 18. 12 × 18 എത്രയാണ്? 8 2 16 6 1 8 1 8 1 9 1 2 2 1 1 നമുക്ക് 6 9 2 11 ശിഷ്ടം 1 216 എന്ന് കിട്ടി. അപ്പോൾ 12 × 18 216 ഇത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 216നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. 21ൽ 5 4 പ്രാവശ്യം 20 1 6 ഇറക്കി എഴുതാം. 16ൽ 5 എത്രയാണ്? 3 പ്രാവശ്യം നമുക്ക് 15 എഴുതാം. 1 എഴുതാം, 0 ഇടാം. 10ൽ 5 2 പ്രാവശ്യം, അതായത് നമുക്ക് 43.2 കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്. 43.2 കിലോമീറ്റർ പെർ അവറാണ് നമ്മുടെ ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ആദ്യ ടെസ്റ്റിൽ കാണാവൂ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ആദ്യ ടെസ്റ്റിൽ 180 റൺസും രണ്ടാമത്തേതിൽ 258 റൺസും നേടി എങ്കിൽ
മൂന്നാം ടെസ്റ്റിൽ എത്ര റൺസ് നേടിയാൽ ശരാശരി സ്കോർ 230 റൺസാകും? അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യത്തെ ടെസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് 180 ആദ്യത്തെ ടെസ്റ്റിൽ 180, രണ്ടാമത്തെ ടെസ്റ്റിൽ 258, മൂന്നാമത്തെ ടെസ്റ്റിൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്നും കൂടെ എടുക്കുമ്പോൾ ആവറേജ് എത്രയാകണം? 230 ആകണം. അതായത് 3 സംഖ്യയുടെ 3 ടെസ്റ്റ് പിന്നെ ആവറേജ് എടുക്കുമ്പോൾ 230 കിട്ടണം. അതിനുവേണ്ടി എന്ത് ഈ ആൻസർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 230-നെ 1 2 3 നമ്പറിൽ 3 കൊണ്ട് ഗുണിക്കുക. 3 0 0 3 3 9 3 2 6. ഇപ്പോൾ നമുക്ക് ആകെ തുക കിട്ടി. അതിൽ നിന്നും ഈ 2 തുക കുറച്ചാൽ മതി. ഏതാണ്? ഈ 180 258 കൂട്ടിയിട്ട് അത് ഇവിടെ നിന്ന് കുറച്ചാൽ മതി. 180 258 ഒന്ന് കൂട്ടി നോക്കാം. 180 പ്ലസ് 258 കൂട്ടുമ്പോൾ 8 8 5 13 4. ഈ 438 ഇതിൽ നിന്ന് കുറച്ചാൽ നമ്മുടെ ആൻസറായി. 10-ൽ നിന്ന് 8 കുറച്ചാൽ 2. പിന്നെ ഇവിടെ 9-ലെ 8 ഉള്ളൂ. 8-ൽ നിന്ന് 3 കുറച്ചാൽ 5. പിന്നെ ഇവിടെ 6 ഉണ്ട്. 6-ൽ നിന്ന് 2 കുറച്ചാൽ 2. 252 നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ 252 ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസാണുള്ളത്. തുടർന്ന് ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കേ.